കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, കാരണം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഏറ്റവും വലിയ ഉപകാരം നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തതാണ്. നമ്മുടെ അകൃത്യമെല്ലാം മോചിച്ച് സകല രോഗങ്ങളെയും സൗഖ്യമാക്കി, അവിടെ പറയുന്നു, ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദയയും കരുണയും നമ്മളെ അണിയിച്ച് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രവർത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ മഹാകൃപ. ഈ പകലിലും നമ്മുടെ മനസ്സിനെ നോക്കി പറയണം, സ്വസ്ഥമായിരിക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് ഉപകാരം ചെയ്യുമെന്നല്ല, ഉപകാരം ചെയ്തിരിക്കുന്നു. ഓരോ പ്രതിസന്ധി വരുമ്പോഴും പറയണം, ദൈവം എനിക്ക് വിടുതൽ നൽകിയിരിക്കുന്നു, എൻ്റെ കുടുംബത്തിന് വിടുതൽ നൽകിയിരിക്കുന്നു, എൻ്റെ വിഷയത്തിന് വിടുതൽ നൽകിയിരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ഈ പകലിലും നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കും. അവിടുത്തെ മഹത്വമുള്ള ഭുജം തൻ്റെ ജനത്തിന് അനുകൂലമായിരിക്കും. കണ്ടാലും ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരിക്കും. ജീവപര്യന്തം വഴി നടത്താൻ അവിടത്തേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പകുതി വഴിക്ക് പലരും ഇട്ടേച്ചു പോകുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ കരത്തിൽ പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും. അവിടുത്തെ നിയമം തൻ്റെ മക്കളെ അറിയിക്കുന്ന ദൈവം. 25 സങ്കീർത്തനം പറയുന്ന പോലെ, യഹോവാഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കുന്ന വഴി താൻ അവനെ കാണിച്ചു കൊടുക്കും. എന്ത് വഴി എന്ന് ചോദിച്ച് ഭയപ്പെടുമ്പോൾ എവിടെ വഴി എന്നറിയാതെ നട്ടം തിരിയാൻ ഒരു കാലഘട്ടത്തിലും ദൈവം അനുവദിക്കത്തില്ല. ഇസ്രായേൽ മക്കൾ ഫിലിസ്ത്യ ദേശത്തൂടെ ചുറ്റി സഞ്ചരിച്ച് നടക്കുമ്പോൾ അവർക്ക് വഴി കാണിക്കേണ്ടത് ദൈവം മേഘസ്തംഭത്തിൽ, അഗ്നിസ്തംഭത്തിൽ ഇറങ്ങി വന്നു. വഴി കാണിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവം വഴി കാണാതെ എന്തായിത്തീരുമെന്ന് ചിന്തിച്ച് ശങ്കിച്ച് സംശയിച്ച് ഭാരപ്പെടുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി പുതിയ വഴികളെ തുറക്കുന്ന ഉന്നതനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവിടുത്തെ കരത്തിൻ്റെ വല്ലഭത്വം ഇന്നും പകലിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. കാരണം ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞത് സാഹചര്യങ്ങൾ അനുകൂലമായപ്പോഴല്ല, ജീവന ഭീഷണി ഉണ്ടായപ്പോൾ, ഓടിപ്പോകേണ്ട സമയം വന്നപ്പോൾ, ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടപ്പോഴൊക്കെ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. സ്തോത്രം. കാരണം തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി, ഒരു സൈഡിലല്ല, ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദാവീദ് 27 സങ്കീർത്തനത്തിലും പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷകനാണ്. ഒരു സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല, കാരണം ദൈവം എൻ്റെ വെളിച്ചമായി, ദൈവം എൻ്റെ രക്ഷകനായി, ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ഈ പകലും ധൈര്യത്തോടെ പറയാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സുപരിതമായൊരു വാക്യം, മർക്കോസ് വിശേഷം 5-ാം വാക്യം. അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി.
അവർ എത്തി, ഗദരദേശത്ത് എത്തി, അല്ലെങ്കിൽ കടലിൻ്റെ അക്കരെ എത്തുമെന്നല്ല, എത്തി. എന്തുകൊണ്ടെത്തി? കാരണം 35 വാക്യം 4 വായിക്കണം. അന്ന് സന്ധ്യയായപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. താൻ പടകിലിരുന്ന നിലയിൽ തന്നെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. യേശുവാണ് പറഞ്ഞത്, നമുക്ക് അക്കരയ്ക്ക് പോകാം. പോകാൻ ഒരുവൻ പറഞ്ഞെങ്കിൽ, അവിടുത്തെ കൽപ്പന വന്നെങ്കിൽ, അവിടുത്തെ ശബ്ദം കേട്ടെങ്കിൽ, പ്രവചന ദൂതുകൾ ഉണ്ടെങ്കിൽ ഈ പകൽ ധൈര്യപ്പെടണം, എത്തേണ്ടടുത്ത് ഞാൻ എത്തും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചുഴലിക്കാറ്റ് വന്നു. അവർ പ്രാണഭയത്തിലായി ശിഷ്യന്മാർ. അപ്പോഴും ഒരു ചോദ്യം വരില്ലേ? യേശു പോകാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവിപ്പിക്കും. ചിലപ്പോൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മുടെ അകത്തുള്ള വിശ്വാസം എങ്ങനെയാണ്? അകത്തൊരു വിശ്വാസം ഉണ്ടാകണം. യേശു പറഞ്ഞിട്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നതെങ്കിൽ ഇനി എത്ര കാറ്റ് വന്നാലും എത്തിക്കേണ്ടവൻ ഞങ്ങളുടെ കൂടെയുണ്ട്. കമാൻഡ് ചെയ്തവൻ പടകിലുണ്ട്. അതുകൊണ്ട് ഭയപ്പെടത്തില്ല എന്നൊരു തീരുമാനം ഇന്ന് പകൽ ദൂത് കേട്ടവർ ഏറ്റെടുക്കണം. പലപ്പോഴും എത്തുമോ എന്നുള്ള സംശയം ജനിപ്പിക്കുമാറാം അടിച്ചുയരുന്ന ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ. മുക്കിക്കളയുമോ? അക്കരയെത്താൻ സാധ്യതയുണ്ടോ? കാരണം യേശുവിനൊരു വലിയ പർപ്പസ് അക്കരെ ചെയ്യാനുണ്ട്. അങ്ങനെ ആ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നിനക്കവിടെ എത്താതിരിക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ആത്മീയതയെയും നോക്കി പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ വിളിച്ചു പറയാനുള്ളത്, ദൈവശബ്ദം കേട്ട എത്രയോ ദൂതുകൾ ഇപ്പോഴും നിങ്ങളുടെ അകത്ത് സംശയത്തോടെ നിങ്ങളതിനെ വീക്ഷിക്കുന്നു. അവിടെ എത്തുമോ? അത് തുറക്കുമോ? അത് നടക്കുമോ? ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമോ? ഒരു വിടുതൽ ലഭിക്കുമോ? അത് കാണാൻ പറ്റുമോ? സാഹചര്യങ്ങളെയാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലേ? മറിച്ച് അക്കരയ്ക്ക് പോകാം, ഞാൻ എത്തിക്കാം, ഞാൻ വിടുവിക്കാം, ഞാൻ സഹായിക്കാം, ഞാൻ സൗഖ്യമാക്കാം, ഞാൻ കൂടെ ഇരിക്കാം, ഞാൻ വഴി പറഞ്ഞു തരാം, എൻ്റെ കൃപയാൽ നടത്താമെന്ന് പറഞ്ഞ ദൈവശബ്ദത്തെ അല്ലേ ഇന്ന് പകലും റിസീവ് ചെയ്യേണ്ടത്? നമ്മുടെ പരാജയത്തിൻ്റെയും ഏറ്റവും വലിയൊരു കാരണം അകത്ത് വരുന്ന ചില നിരാശ, അത് അവിശ്വാസമായി മാറുന്നു. ഇവിടെ നോക്കൂ, പടക് മുങ്ങുമാറാവി. യേശു പക്ഷേ പടകിനകത്തുണ്ടായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങയ്ക്ക് വിചാരമില്ല എന്ന്. അവൻ എഴുന്നേറ്റു, കാറ്റിനെയും ശാസിച്ചു, കടലിനോടും ശാന്തമാക എന്ന്, അല്ലെങ്കിൽ അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു. യേശു എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ഫീലുക്കളായതെന്താ? കാരണം പറഞ്ഞത് ഞാനല്ലേ, കാറ്റടിക്കട്ടെന്നേ, തിര വരട്ടെന്നേ, എത്തിക്കത്തില്ലെന്ന് വാദിക്കട്ടെ. അവിടെ ധൈര്യത്തോടെ കാറ്റിനെ നോക്കി പറയാനൊരു അധികാരം നിങ്ങളുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെടണം. ഇരമ്പി മറിയുന്ന കടലിനോട് പറയണം, ഒരു വാക്ക് കേട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചതൊരു പ്രവചന ശബ്ദം ഞങ്ങളുടെ മേൽ ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ തലമുറയുടെ കിടപ്പുണ്ട്, എത്തിക്കും. അതുകൊണ്ടാണ് അവർ അക്കരെ എത്തി എന്ന് പറഞ്ഞ പദത്തിന് ഇന്ന് പകൽ വലിയ പ്രാധാന്യമുള്ളത്. യേശു ചോദിക്കുക, ഇത് വരും, വന്നോട്ടെ, നിങ്ങളെന്തിനാ ഫീലിക്കളാകുന്നത്? ഇതിനകത്തിരിക്കുന്നത് ഞാനല്ലേ, ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ സ്റ്റെപ്പ് എടുത്തത്, എൻ്റെ വാക്കിനല്ലേ നിങ്ങൾ മൂവ് ചെയ്തത്? എൻ്റെ വാക്ക് നിങ്ങളെ തകർക്കുന്നതാണോ? എൻ്റെ വാക്ക് പകുതി വഴിക്ക് നിങ്ങളെ അസ്തമിപ്പിക്കുന്നതാണോ? നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഇല്ലാതാക്കുന്നതാണോ? മുക്കിക്കളയുന്നതാണോ?
അതാണോ എൻ്റെ വാക്കെന്ന് ഇന്ന് പകലിലും കർത്താവ് ചിലരോട് ചോദിക്കുന്നു. എന്തിനു സംശയിക്കുന്നു? എന്തിനാ വിശ്വസിക്കുന്നു? ധൈര്യത്തോടെ പറ, ഞങ്ങളെത്തും, ഞങ്ങളുടെ തലമുറകളെത്തും. എൻ്റെ മിനിസ്ട്രി എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. എൻ്റെ ശരീരത്തിൽ വിടുതൽ നൽകും. എൻ്റെ തലമുറയുടെ വിടുതൽ ഞാൻ കാണും. പക്ഷേ പ്രതികൂലം ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. അതിൻ്റെ നടുവിലും ധൈര്യത്തോടെ വിളിച്ചു പറയണം, ഞങ്ങൾ കാണും. ഇല്ലേ, പറഞ്ഞതുപോലെ അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണാൽ തന്നെ ദേഹസഹിതനായി ഞാനത് കാണുമെന്ന് വിളിച്ചു പറയാൻ ഇന്ന് പകൽ തയ്യാറാകുമെങ്കിൽ ദൈവശക്തി നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെടുത്തുന്ന പ്രത്യേക നിമിഷമത്രേ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയട്ടെ, നിങ്ങളുടെ ആത്മീയതയിൽ അത് തിരിച്ചറിയട്ടെ. നോക്കൂ, യേശു ചോദിക്കുക, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? അപ്പോൾ അവർ വളരെ ഭയപ്പെട്ടു. അങ്ങോട്ട് നോക്കണേ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവനാരെന്ന് അവർ തമ്മിൽ പറയും. ഇവനാരാ? ഇപ്പോഴും ഉറപ്പില്ല. കാറ്റും കടലും അനുസരിക്കുമെന്നും അത് മുക്കിക്കളയത്തില്ലെന്നും ഞങ്ങൾ എത്തേണ്ടടുത്ത് എത്തുമെന്നും കൂടെ നടന്നിട്ട് പോലും അകത്ത് വിശ്വാസം വന്നില്ലെങ്കിൽ ദീർഘവർഷങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും വിടുതൽ കേട്ടിട്ടും അനുഭവിച്ചിട്ടും ഇപ്പോഴും ചില പ്രതികൂലങ്ങൾ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കാതെ, ദൈവമേ അങ്ങ് പറഞ്ഞ ദൂതൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ ജനറേഷൻ്റെ മേലുമുണ്ട്, അതുകൊണ്ട് എത്തേണ്ടടുത്തെത്തും, ഞങ്ങളത് പ്രഖ്യാപിക്കാൻ ആർക്ക് തയ്യാറുണ്ട്? ഇതിൻ്റെ നടുവിലാ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത്. ഇതിൻ്റെ നടുവിലാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. അവർ അക്കരെ എത്തി. സ്തോത്രം. പടകിൽ നിന്ന് ഇറങ്ങി. ദൂത് മനസ്സിലാക്കണം. പടകിൽ നിന്നിറങ്ങി ചെയ്യേണ്ടത് ചെയ്യാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുക. എത്തിക്കത്തില്ലെന്നല്ല, പറഞ്ഞവൻ ആരാന്നൂടെ നമ്മൾ ചിന്തിക്കണം. പറഞ്ഞവൻ എത്തിക്കാൻ കഴിവുള്ളവനാ, സകലത്തെയും കാൽ കീഴാക്കിയവനാ, തുറക്കുന്നവനാ, മരണത്തെ ജയിച്ചവനാ, പാതാളത്തെ വെല്ലുവിളിച്ചവനാ, സകല അന്ധകാര മണ്ഡലങ്ങളെയും ജയിച്ച് 3-ാം ദിവസം റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ സകലത്തെയും വെല്ലുവിളിച്ചവൻ ഇന്ന് പകൽ വിളിച്ചു പറയും, ഞാൻ ജയിച്ചവനാ, അതുകൊണ്ട് എൻ്റെ ജനം അക്കരെ എത്തും. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്താട്ട. പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ എത്തേണ്ടടുത്തെത്തും. ഞങ്ങളുടെ ശബ്ദം ഞങ്ങളുടെ മേലുണ്ട്, ഞങ്ങളുടെ പ്രവചന ദൂതുകൾ ഞങ്ങളുടെ മേലുണ്ട്. എന്നാൽ അവിശ്വാസം ക്ഷമിക്കണമേ കർത്താവേ. പ്രതികൂലം കണ്ട ഞങ്ങൾ പിന്നോട്ട് പോയത് ക്ഷമിക്കണമേ. ഇന്ന് പകലിലും അനുകൂലമായി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിനായി സ്തോത്രം. സകല ബഹുമാനവും പുകഴ്ചകളും അവിടുത്തെ പദവിടത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ പറ, ഞങ്ങളെത്തും, ഞങ്ങളത് കാണും. കർത്താവ് തുറന്നു. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. പ്രതികൂലത്തിലും മുങ്ങത്തില്ല, പകുതി വഴിക്ക് അസ്തമിക്കില്ല. തിരുമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തും. വിശ്വസിക്കുന്ന റാമൻ പറഞ്ഞ് ഈ ദൂത് ഏറ്റെടുക്കട്ടെ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ മാത്യു.